നമസ്കാരം, എല്ലാവർക്കും വി ഡെവലപ്പേഴ്സ് ആൻഡ് റൂഫിങ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടീം നിൽക്കുന്നത് ആലുവ പൊറയാറുള്ള സിയാസ് സാറിൻ്റെ സൈറ്റിലാണ്. ഇന്നിവിടെ റൂഫിൻ്റെ മുകളിലായിട്ട് ഫുൾ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്ത് സെറാമിക് കോട്ടിൻ്റെ ലേയിങ് പ്രൊസീജിയറും അതുപോലെ തന്നെ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൈറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ട്യൂബിലെല്ലാം എപ്പോക്സി പ്രൈമർ അടിക്കുക എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത് ചെയ്യുക എന്ന് പറയുന്നത് സൈറ്റ് സെറ്റ് ഔട്ടിംഗ് ആണ്. സെറ്റ് ഔട്ടിങ്ങിലാണ് നമുക്കിതിൻ്റെ ആംഗിളുകളും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ടുള്ള കട്ടിങ്ങിലുള്ള ലെവൽ നമുക്ക് കിട്ടുക. ഈ സൈറ്റിലെ സ്റ്റീൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് റാഫ്റ്ററിനും ബീമിനും 3x1.5 ഇഞ്ച് റെക്റ്റാങ്കിൾ 16 ഗേജ് പൈപ്പും പർലിങ്ങിന് വേണ്ടി 1.5 x 3x4 ഇഞ്ച് 16 ഗേജ് റെക്റ്റാങ്കിൾ പൈപ്പുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ ഏട്രസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൻ്റെ ബീഡിംഗ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വർക്ക് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഓടിൻ്റെ എഡ്ജസ് കാണാതിരിക്കാൻ വേണ്ടി സ്ക്വയർ ട്യൂബ് ബീഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത വർഷം നമുക്കിത് മൾട്ടിവുഡ് CNC കട്ട് ചെയ്തിട്ട് സ്ക്രൂയിങ് വഴി ചെയ്ത് ഫിറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ സ്ക്വയർ ട്യൂബ് വെച്ച് സൈഡ് ബീഡിങ് അടിച്ച് കൊടുക്കുമ്പോഴാണ്. അതൊരു സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി വൃത്തി വരുന്നത്. നമ്മളിന്ന് പുതിയ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് റെയിൻ വാട്ടർ സ്റ്റോറേജ് വിറ്റ് നമ്മളിന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ സ്ട്രക്ചർ വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ റെയിൻ വാട്ടർ ഗട്ടറിൻ്റെ ഫിറ്റിംഗ് ക്ലാമ്പ് സ്ട്രക്ചറിലേക്ക് വെൽഡ് ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ടൈൽ ലേയിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെയിൻ വാട്ടർ ഗട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നമുക്കിതിൻ്റെ ക്ലാമ്പിൻ്റെ പ്രോപ്പർ വെൽഡിങ്ങും അതുപോലെ തന്നെ വാട്ടർ ഫ്ലോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് നമുക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്ട്രക്ചർ സമയത്ത് തന്നെ ക്ലാമ്പ് ഫിക്സ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. റൂഫിൽ ലേ ചെയ്യാനുള്ള സെറാമിക് കോഡുകളെല്ലാം ട്രാൻസ്പോർട്ടേഷൻ മുതലേ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. അത് ലോഡിങ്ങിലും അൺലോഡിങ്ങിലും കെയർ ചെയ്തില്ലെങ്കിൽ കുറേ കോഡുകൾ ബ്രേക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം കെയർ ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട്. സാധാരണ രീതിയിൽ 60 സെൻറ്റിമീറ്റർ ടു 70 സെൻറ്റിമീറ്റർ വരെയാണ് ഷെയ്ഡ് സ്ലോപ്പിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. അതിന് മുകളിലേക്ക് പ്രൊജക്ഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്പെസിഫിക്കേഷൻ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വൈ സപ്പോർട്ട് കൊടുക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഈ സൈറ്റിൻ്റെ ഫ്രണ്ട് എലിവേഷനിലെ ഏട്രസിൻ്റെ താഴെയായിട്ട് സീലിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് 8 mm തിക്നെസ് ഉള്ള മൾട്ടിവുഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിംഗ് വർക്കുകൾക്കും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.